ഹായ് മക്കളെ, അപ്പം നമ്മൾ ഇന്ന് അമീൻസ് എന്ന ചാപ്റ്ററിലെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങളുടെ കുറേ PDF-കളും ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ ലഭ്യമാവാൻ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തിരുന്നേക്കുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഛേദമില്ലാത്ത ഉപകാരം എന്ന സ്ഥിതിക്ക് മറ്റുള്ള വിദ്യാർത്ഥികളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, അവനും കൂടി ഒന്ന് നന്നായിക്കോട്ടെ. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് CM അക്കാഡമി നല്ലൊരു ഓപ്ഷനാണ്. ഓൺലൈനായും ഓഫ്ലൈനായും CM അക്കാഡമിയിൽ റിപ്പീറ്റേഴ്സ് കോഴ്സ് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ആരംഭിക്കുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 5,000 റുപ്പീസ് ഫീസ് അടച്ചിട്ട് ഇപ്പോൾ തന്നെ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് മാജിക്കലായിട്ടുള്ള ഷെഡ്യൂളുകൾ ഞങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്റ്റുഡൻറ് വാസ് ആസ്ക്ഡ് ടു കൺവേർട്ട് നൈട്രോബെൻസീൻ ടു ബെൻസീൻ. നൈട്രോബെൻസീനിനെ ബെൻസീനാക്കാൻ ഒരു ചെക്കനോട് ടീച്ചർ ആവശ്യപ്പെട്ടത്രേ. ടീച്ചർ സജസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് ഫസ്റ്റ് ട്രീറ്റ് നൈട്രോബെൻസീൻ വിത്ത് ടിൻ ബാർ HCl. ടിന്നും HCl-ഉം വെച്ചിട്ട് തുടങ്ങടാ എന്ന് ടീച്ചർ പറഞ്ഞിട്ട് ടീച്ചർ പാട്ടിന് പോയി. ആൻഡ് ദെൻ പ്രൊസീഡ് വിത്ത് ദി പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ടു ഗെറ്റ് ബെൻസീൻ. ബെൻസീനിലേക്ക് എത്തണം. റൈറ്റ് ഡൗൺ ദി റിയാക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ദി എബവ് പ്രോസസ്. മോനെ, നൈട്രോ ബെൻസീനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെൻസീൻ റിങ്ങിൽ NO2 ആണ് നൈട്രോ ബെൻസീൻ. അതിലേക്ക് ടീച്ചർ പറഞ്ഞത് ആദ്യം ടിന്നും HCl-ഉം യൂസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ടിന്നും HCl-ഉം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രോ ബെൻസീൻ അനിലിൻ ആയി മാറും. ഓക്കെ അല്ലേ? ഈ അനിലിനിൽ നിന്ന് നമുക്ക് ഫൈനലി കിട്ടേണ്ടത് ബെൻസീനാണ്. അപ്പോൾ അനിലിനിൽ നിന്ന് ഡയറക്റ്റ് ബെൻസീൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ നമുക്ക് പഠിക്കാനില്ല. ആദ്യം അനിലിനെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റണം. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ബെൻസീൻ ആക്കാൻ 2 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട റിയേജൻ്റ് ആരാണ് എന്നുള്ളതാണ് ചർച്ച. അനിലിനെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡൈ അസോട്ടൈസേഷൻ റിയാക്ഷൻ NaNO2 + HCl യൂസ് ചെയ്യണം. 0 to 5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. അപ്പോൾ ഡൈ അസോട്ടൈസേഷൻ എന്ന റിയാക്ഷൻ നടക്കും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാകും. അതിലേക്ക് H3PO3 ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ എത്തനോൾ ഉപയോഗിച്ചാൽ മതി, C2H5OH. ഇത് രണ്ടും ഉപയോഗിച്ചാലും ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് ബെൻസീൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പെസിഫിക് റിയാക്ഷൻ എന്നുള്ള ആൻസർ മാത്രം പഠിച്ചു വെക്കാതെ ഈ കൺവേർഷൻസ് ഒക്കെ സിമ്പിളായിട്ട് 1 മാർക്കിന് ചോദ്യം വരാം എന്നുള്ള മൈൻഡിൽ തന്നെ ഓരോ കൺവേർഷൻസിനെയും അപ്രോച്ച് ചെയ്യുക. അരോമാറ്റിക് അമീൻസ് ആർ ഇമ്പോർട്ടൻറ്റ് സിന്തറ്റിക് ഇൻ്റർമീഡിയറ്റ്സ്. എന്തോ ആയിക്കോട്ടെ. വാട്ട് ആർ ദി പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ അനിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. അനിലിൻ എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ റിങ്ങിൽ NH2. ഡ്യൂ ടു ഹൈ ആക്ടിവിറ്റി ഓഫ് NH2 ബ്രോമിൻ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മൾ എന്താടാ പഠിച്ചത്? ബെൻസീൻ റിങ്ങിൻ്റെ NH2-ൻ്റെ ഓർത്തോ പാരാ പൊസിഷനുകളിലെല്ലാം ബ്രോമിൻ വരും. ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ വരും. 2,4,6 ട്രൈ ബ്രോമോ അനിലിൻ എന്ന ഒരു വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇവിടെ ബ്രോമിൻ ബാർ H2Oക്ക് പകരം ബ്രോമിൻ ബാർ CS2 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബ്രോമിൻ ബാർ CCl4 ആയിരുന്നെങ്കിൽ ഒന്നിരിക്കൽ ഓർത്തോ അല്ലെങ്കിൽ പാരയിൽ മാത്രമായിട്ടാണ് എന്ത് കിട്ടുക? നമ്മുടെ ബ്രോമിൻ വരിക. അപ്പോൾ ഇവിടെ ബ്രോമിൻ വാട്ടർ ആയതുകൊണ്ടാണ് എല്ലാ പൊസിഷനിലും ബ്രോമിൻ വന്നത്. ഹൗ വിൽ യു കൺവേർട്ട് നൈട്രോബെൻസീൻ ടു അനിലിൻ? നൈട്രോബെൻസീനിനെ അനിലിനാക്കാൻ എന്താണ് മെത്തേഡ്? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. നൈട്രോബെൻസീനിനെ അനിലിനാക്കാൻ 4 ആളുണ്ട് മോനെ, പഠിച്ചു വെച്ചോ. അതിൽ 3 എണ്ണം നിങ്ങൾക്കിപ്പോൾ പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ളതാണ്. 1 നമ്മൾ നേരത്തെ പഠിച്ച ടിൻ ബാർ HCl, 2 Fe ബാർ HCl, 3 സിങ്ക് ബാർ HCl. ഇതിലേതാണ് ബെസ്റ്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒരിക്കലും മറക്കരുതേ മോനെ, Fe ബാർ HCl ആണ് ഇതിൽ ബെസ്റ്റ്. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെച്ചാൽ. എന്തുകൊണ്ടാണ് അത് ബെസ്റ്റ് ആയതെന്നറിയോ? Fe ബാർ HCl യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടെ ഉപയോഗിക്കുന്ന HCl വളരെ സ്മോൾ എമൗണ്ട് മതിയാകും. ഒരുപാട് എമൗണ്ട് ഓഫ് HCl വേണ്ട. അതുകൊണ്ട് Fe ബാർ HCl ആണ് ഏറ്റവും ബെസ്റ്റ്. റൈറ്റ് ഡൗൺ ദി ഐസോസൈനൈഡ് ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ ആരാടാ? പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ RNH2 ആണ് അല്ലേ? RNH2-ൻ്റെ ഐസോസൈനൈഡ് ടെസ്റ്റ് നിങ്ങൾക്കറിയില്ലേ? RNH2-നെ ഐസോസൈനൈഡ് ആക്കാൻ, RNC ആക്കാൻ 2 പേര് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ആരൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആൾ CHCl3 ക്ലോറോഫോം യൂസ് ചെയ്യണം. രണ്ടാമത്തെ ആൾ KOH യൂസ് ചെയ്യണം. ക്ലോറോഫോമും KOH യൂസ് ചെയ്യണം.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐസോസൈനൈഡ് കിട്ടും. ഈ ഐസോസൈനൈഡിന് നല്ല ഫൗൾ സ്മെല്ലാണ്. അതുകൊണ്ട് ഐസോസൈനൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രൈമറി അമീനാണ് റിയാക്ട് ചെയ്തത് എന്ന് നമ്മൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രൈമറി അമീനിനെ പ്രൈമറി അമീൻ അല്ലാത്ത അമീനുകളിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഐസോസൈനൈഡ് ടെസ്റ്റ്. ഇതിനെ തന്നെ വിളിക്കുന്ന വേറെ ഒരു പേരും നിങ്ങൾക്കറിയാം. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് കാർബൈലമീൻ റിയാക്ഷൻ. കാർബൈലമീൻ റിയാക്ഷൻ എന്നും ഈ റിയാക്ഷനെ പേര് വിളിക്കും. അപ്പോൾ രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കുറച്ചൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വലിച്ചു കീറി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടും. ഈ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഒന്ന് സ്റ്റേറ്റ്മെൻ്റ് ആക്കി വെക്കുക. ഇറ്റ് ഈസ് ദി ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി അമീൻ ഫ്രം അതർ അമീൻസ്. അതർ അമീൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആൻഡ് ടെർഷറി. പ്രൈമറി അമീൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, റിയാക്ട് ചെയ്യുള്ളൂ. റിയേജൻറ്റ് CHCl3യും ക്ലോറോഫോമും KOHുമാണ് എന്നൊക്കെ ഇങ്ങനെ ഡിഫറൻറ്റ് ആക്കിയിട്ട് എഴുതി വെച്ചിട്ട് ഫൈനലി ഈ റിയാക്ഷനും കൂടി എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. എ സ്റ്റുഡൻറ്റ് ട്രൈഡ് ടു പ്രിപ്പയർ പാരാനൈട്രോ അനിലിൻ. പാരാനൈട്രോ അനിലിൻ ഉണ്ടാക്കാൻ അവൻ തീരുമാനിച്ചു. ബൈ നൈട്രേറ്റിംഗ് അനിലിൻ. അനിലിൻ എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീനെങ്കിൽ NH2. അതിലെന്ത് യൂസ് ചെയ്തു? കോൺസെൻട്രേറ്റഡ് HNO3 യൂസ് ചെയ്തു, H2SO4 യൂസ് ചെയ്തിട്ട് അദ്ദേഹം പാരാനൈട്രോ അനിലിൻ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവന് മെറ്റാനൈട്രോ അനിലിനാണ് കിട്ടിയത്. എന്തുകൊണ്ട്? മെറ്റാനൈട്രോ അനിലിൻ കിട്ടി. മെറ്റാനൈട്രോ അനിലിൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ NO2, ഇവിടെ NH2. എന്തുകൊണ്ട്? ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മെറ്റാ ഡെറിവേറ്റീവ് കൂടി നൈട്രേഷൻ്റെ സമയത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എടാ, ഈ HNO3 H2SO4 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള അസിഡിക് കണ്ടീഷനാണ്. സ്ട്രോങ് അസിഡിക് കണ്ടീഷനാണ്. ഈ സ്ട്രോങ് അസിഡിക് കണ്ടീഷനിൽ ഈ ബെൻസീൻ റിങ്ങിലെ NH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് NH3+ ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അമോണിയം അയോൺ എന്നാണ്. ഓക്കെ, അമോണിയം അയോണായി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഈ അമോണിയം അയോണായി മാറുന്നത് കൊണ്ടാണ് അവിടെ മെറ്റാ ഡെറിവേറ്റീവ് ഉണ്ടാകുന്നത്. കാരണം ഇയാൾ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മെറ്റാ ഡെറിവേറ്റീവ് ഉണ്ടായത് എന്ന് ചോദ്യം വന്നാൽ ശരിക്കും ശ്രദ്ധിച്ചു പഠിച്ചോ. NH2 ഗ്രൂപ്പ് NH3+ ഗ്രൂപ്പായി മാറിയത് കൊണ്ട് എന്നാണ് നിങ്ങൾ അതിന് പഠിച്ചു വെക്കേണ്ട ഉത്തരം. എക്സ്പ്ലെയിൻ ഹൗ ഹീ ഷുഡ് പ്രൊസീഡ് ടു ഗെറ്റ് പാരാനൈട്രോ അനിലിൻ. അവന് പാരാനൈട്രോ അനിലിൻ തന്നെ കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? എടാ, അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ മെറ്റാ ഡെറിവേറ്റീവ് കിട്ടാതിരിക്കണമെങ്കിൽ അയാൾക്ക് 3 സ്റ്റെപ്പ് ഉണ്ട്. നന്നായി പഠിച്ചു വെച്ചോളണേ. 3 സ്റ്റെപ്പുകൾ ശരിക്ക് പഠിച്ചു വെച്ചോളണം. ഒന്നാമത്തെ സ്റ്റെപ്പ് നല്ലോണം പഠിച്ചോളൂ, അസൈലേഷനാണ്. അസൈലേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നൈട്രേഷനാണ്. നൈട്രേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ്. അപ്പോൾ എന്താ സംഭവിക്കുക? കേട്ടോട്ടോ. ഒന്നാമത്തത് അനിലിൻ എടുത്തു, എന്നിട്ട് അസൈലേഷൻ നടത്തി. അസൈലേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അസൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുക, CH3COCl ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? അനിലിൽ നിന്നൊരു H പോകും, ഇവിടുത്തെ ഒരു Clഉം പോകും. എന്നിട്ട് ആ COCH3 എന്നത് അനിലിലേക്ക് കയറിയിരിക്കും. NHCOCH3 എന്നാകും, അമൈഡായി മാറും. ഇനി എന്താ ഗുണം എന്നറിയോ? ഇനി അവിടെ ആസിഡിൻ്റെ പ്രശ്നമില്ല. അവിടെ NH3+ എന്ന് പറയുന്ന ഒരു അമോണിയം സോൾട്ട് ആകുന്ന പ്രയാസമില്ല. ഇനി നേരെ നമുക്ക് എന്ത് നടത്തിയാൽ മതി? നൈട്രേഷൻ നടത്തിയാൽ മതി. അപ്പോൾ ഓർത്തോയിലും പാരയിലും മാത്രമായിട്ട് കിട്ടും. എടാ, ഇവിടെ NHCOCH3 ഇതിൻ്റെ പാരാ പൊസിഷനിൽ മാത്രമായിട്ട് ബ്രോമിൻ വരും. ഓർത്തോയിലും വരും, മൈനർ എമൗണ്ട് ആയിരിക്കും. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് പാര മാത്രമായതുകൊണ്ട് നിങ്ങൾ പാര മാത്രം വരച്ചാൽ മതി. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കോൺസെൻട്രേറ്റഡ് HNO3 യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റായിട്ട് അനിലിനിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 യൂസ് ചെയ്യുന്നതിന് പകരം ആദ്യം അസൈലേഷൻ നടത്തിയതിന് ശേഷം മാത്രം കോൺസെൻട്രേറ്റഡ് HNO3 യൂസ് ചെയ്താൽ മുകളിൽ പറഞ്ഞ NH2 ഗ്രൂപ്പ് NH3+ ആയി മാറുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ഇനി ഫൈനലി ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ കയറ്റി വെച്ച അസൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനവിടുന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുക. ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, H2O+H+, വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടും, എന്നിട്ട് ഇവിടേക്ക് H വന്നോളും. അപ്പോൾ ആരാ? ബെൻസീൻ റിങ്ങിൽ ബൈ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാകും. ബെൻസീൻ റിങ്ങിൽ താഴെ ബ്രോമിൻ ഉണ്ട്, മുകളിൽ NH2 എന്നായി മാറിയില്ലേ? ആരാണ് ഇവൻ എന്നൊന്ന് പറഞ്ഞേ? ഇവനാണ് പാരാ താഴെ NO2 ആണ്, ബ്രോമിൻ അല്ല. സോറി, ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ബ്രോമിൻ അല്ല, NO2. കോൺസെൻട്രേറ്റഡ് HNO3 അല്ലേ യൂസ് ചെയ്യണേ. ബ്രോമിനേഷൻ ആണെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ്. അതാണ് അങ്ങനെ വന്നത്. ഇവിടെ NO2, ഇവിടെ NO2. ഓക്കെ, പാരാനൈട്രോ അനിലിൻ നിങ്ങൾക്ക് കിട്ടും. പാരാനൈട്രോ അനിലിൻ കിട്ടും.
അപ്പോൾ പാരാനൈട്രോ അനിലിൻ കിട്ടാനുള്ള സ്റ്റെപ്പ് ഇതാണ്: അസൈലേഷൻ നടത്തുക, നൈട്രേഷൻ നടത്തുക, ഹൈഡ്രോളിസിസ് നടത്തുക. അനിലിൻ ഈസ് ആൻ അരോമാറ്റിക് പ്രൈമറി അമീൻ. ശരിയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് അനിലിൻ എ നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ക്യാൻ ബി പ്രിപ്പയർഡ്. അതും ശരിയാണ്. ഹൗ ഈസ് അനിലിൻ കൺവേർട്ടഡ് ടു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡൈ അസോട്ടൈസേഷൻ എന്നാണ് ആ റിയാക്ഷൻ്റെ പേര്. തൊട്ട് മുമ്പത്തെ 2 ക്വസ്റ്റ്യൻ അപ്പുറത്ത് നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഡൈ അസോട്ടൈസേഷൻ നടത്തുക. ആരാണ്? NaNO2 പ്ലസ് HCl യൂസ് ചെയ്യുക. 0 to 5 ഡിഗ്രി സെൽഷ്യസ് കീപ്പ് ചെയ്യുക. കഴിഞ്ഞു. ഹൗ ആർ ദി ഫോളോയിങ് ഒബ്റ്റൈൻഡ് ഫ്രം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് താഴെ പറയുന്നത് എങ്ങനെ കിട്ടും? ഇതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതിൽ നിന്ന് ഒന്നാമത് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് ക്ലോറോബെൻസീൻ ആണ്. എടാ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് ക്ലോറോബെൻസീൻ കിട്ടുന്ന റിയാക്ഷൻ്റെ പേരെന്താടാ? സാൻമേയേഴ്സ് റിയാക്ഷൻ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാൻമേയേഴ്സ് റിയാക്ഷനിൽ ഇവിടെ കോപ്പർ സോൾട്ട് യൂസ് ചെയ്യണം, CuCl യൂസ് ചെയ്യണം, HCl യൂസ് ചെയ്യണം. കോപ്പർ സോൾട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സാൻമേയേഴ്സ് റിയാക്ഷനും, കോപ്പർ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഇസ് കോൾഡ് ഗെറ്റർമൻ റിയാക്ഷൻ. ഓർത്ത് വെച്ചോളണം. ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. രണ്ടാമത്തത് ഫീനോൾ ഉണ്ടാക്കണം. ഫീനോൾ ഉണ്ടാക്കുന്ന മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൽക്കഹോൾ ഫീനോൾ എന്ന ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. N2Cl ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, വാട്ടറും ഹീറ്റും കൊടുത്താൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? N2Cl കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് അവിടുന്ന് ഫീനോൾ കിട്ടും. സോ ദി ആൻസർ ഈസ് റിയേജൻ്റ് ആരാണ്? H2O ബാർ ഹീറ്റ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസ് ക്യാൻ ബി ഡിസ്റ്റിങ്ഷ്ഡ് ബൈ ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നന്നായി പഠിച്ചോ. വാട്ട് ഈസ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്? ആരാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്? എടാ, പേരാ ചോദ്യം. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്നാണ് അവൻ്റെ പേര്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ബെൻസീൻ റിങ്ങിൽ പഠിച്ചോളൂ SO2Cl. ഇവനാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഹൗ വിൽ യു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ് യൂസിങ് ദിസ് റിയേജൻറ്റ്? എടാ, ഹിൻസ്ബർഗ് ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ നിനക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. ഞാനിവിടെ എഴുതുന്നുണ്ട്. പ്രൈമറി അമീനുണ്ട്, സെക്കൻഡറി അമീനുണ്ട് R2NH, ടെർഷറി അമീനുണ്ട് R3N. ഇതിലേക്കൊക്കെ ഞാൻ ഹിൻസ്ബർഗ് റിയേജൻറ്റ് യൂസ് ചെയ്യാണ്. ശ്രദ്ധിച്ചോ. ക്ലോറിൻ SO2PH. എടാ, PH നിട്ടാൽ ബെൻസീൻ റിംഗ് ആണെന്ന് മറക്കരുത്. PH നിട്ടാൽ ബെൻസീൻ റിംഗ് ആണ്. അപ്പോൾ ക്ലോറിൻ SO2PH വെച്ചു. ഇനി എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു Clഉം അങ്ങോട്ട് പോകും. അപ്പോൾ എന്താ ബാക്കി? RNHSO2PH എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അയാൾ പ്രൈമറി അമീനാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത്, സെക്കൻഡറി അമീനിലേക്ക് ഇതേ ഹിൻസ്ബർഗ് റിയേജൻറ്റ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എടാ, ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു Clഉം വീണ്ടും പോകും. R2NSO2PH എന്ന് പറയുന്ന മറ്റൊരു പ്രസിപ്പിറ്റേറ്റ് ഇവിടെ കിട്ടും. ക്ലിയർ അല്ലേ? എന്നാൽ ടെർഷറി അമീനിലേക്ക് ഈ പറയുന്ന ബെൻസീൻ റിങ്ങിലെ SO2Cl, ഈ SO2Cl ബെൻസീൻ റിങ്ങിൽ SO2Cl എന്ന ഹിൻസ്ബർഗ് റിയേജൻ്റ് തന്നെയാണ് ഞാൻ ഈ എഴുതിയേക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണേ. അത് തിരിച്ചിങ്ങോട്ട് എഴുതിയതാണെന്ന് മാത്രം. ബെൻസീൻ റിങ് ഉണ്ട്, SO2 ഉണ്ട്, Cl ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? നോ റിയാക്ഷൻ. റിയാക്ഷൻ ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ നിന്ന് കൂടെ പോകാൻ, ക്ലോറിൻ്റെ കൂടെ പോകാൻ നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അതൊന്നിരിക്കൽ പ്രൈമറി ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി ആണ്. ടെർഷറി ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടൂല. ഇനി പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? കാരണം രണ്ടിലും പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടല്ലോ. എടാ, പ്രൈമറി അമീൻ ആണെങ്കിൽ ആ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ ആൽക്കലിയാണ്. സൊല്യൂബിൾ ഇൻ ആൽക്കലി. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഒന്നിരിക്കൽ അത് പ്രൈമറി ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി ആണ്. നിങ്ങൾ ആ പ്രസിപ്പിറ്റേറ്റിനെ കോരിയെടുത്തിട്ട് ഒരു ആൽക്കലിയിൽ കൊണ്ടുവന്ന് കലക്കുക, അല്ലെങ്കിൽ അതിക്കൊരു ആൽക്കലി കലക്കിയിട്ടൊന്ന് ഇളക്കി വെക്കുക. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് കലങ്ങി പോകുന്നുണ്ടെങ്കിൽ അയാൾ പ്രൈമറി അമീനാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ സെക്കൻഡറി അമീനിൽ നിന്ന് കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലിയാണ്. ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. അപ്പോൾ അതിക്ക് കുറച്ചുകൂടെ ആൽക്കലി ഒഴിച്ചിട്ടൊന്ന് കുലുക്കി നോക്കിയാലും ആ പ്രസിപ്പിറ്റേറ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ ദിസ് അമീൻ ഈസ് സെക്കൻഡറി. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഡയലോഗൊക്കെ എഴുതണേ. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഗീവ് എ പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഗീവ് എ പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. ആൻഡ് ടെർഷറി അമീൻ വിൽ നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് എന്നെഴുതിയിട്ട് വേണം ഈ റിയാക്ഷൻസ് എഴുതാൻ. റിയാക്ഷൻ എഴുതൽ മസ്റ്റ് ആണ്. റിയാക്ഷൻ എഴുതിയാൽ അതൊരു ഭംഗിയാണ്. റിയാക്ഷൻ എഴുതാൻ ഒരു പ്രയാസമില്ല. ഞാൻ ഈ എഴുതിയ പോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേ കുഞ്ഞെ?
കാർബൈലമീൻസ് ഹാവ് ആൻ ഒഫൻസീവ് സ്മെൽ. കാർബൈലമീൻ എന്ന് പറഞ്ഞാൽ ഐസോസയനൈഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റൈറ്റ് കാർബൈലമീൻ റിയാക്ഷൻ നേരത്തെ നമ്മൾ പഠിപ്പിച്ചതാണ്. പ്രൈമറി അമീനിലേക്ക് ക്ലോറോഫോമും KOH യൂസ് ചെയ്ത് ഐസോസൈനൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ പേരാണ് കാർബൈലമീൻ റിയാക്ഷൻ. അനിലിനെ എങ്ങനെ ഫീനോൾ ആക്കാം എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അനിലിൻ എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ റിങ്ങിൽ NH2. അതിനെ ആദ്യം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആക്കുക, N2Cl ആക്കുക, എന്നിട്ട് ഫീനോൾ ആക്കുക. ഫീനോൾ ആക്കാൻ ഈ മെത്തേഡിലുള്ള എല്ലാ റിയേജൻറ്റും തൊട്ട് മുമ്പത്തെ റിയാക്ഷൻസിൽ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. പറഞ്ഞേ കുഞ്ഞെ, ആരാടാ? അനിലിനെ N2Cl ആക്കാൻ NaNO2+HCl യൂസ് ചെയ്യണം, ശരിയല്ലേ? 0 to 5 ഡിഗ്രി സെൽഷ്യസ് മൂന്നാമത്തെ തവണയല്ലേടാ പറയണേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഡയാസോട്ടൈസേഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് ഫീനോൾ ഉണ്ടാവാൻ സബ്സേബടെ ശുദ്ധപാനി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഹീറ്റ് കൊടുക്കുക. ഹൗ വിൽ യു കൺവേർട്ട് അമൈഡ് ഇൻ ടു ഫോളോയിങ്? അമൈഡിനെ താഴെ പറയുന്ന ആളാക്കി മാറ്റണം. അമൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? അമൈഡ് എന്ന് പറഞ്ഞാൽ അമൈഡ് ഞാൻ എഴുതി തരാം. 6C ഡബിൾ ബോണ്ട് ONH2 ഇതാണ് അമൈഡ്. അതിന് താഴെ പറയുന്ന കോമ്പൗണ്ട് ആരാ? an amine with 1 carbon atom less than the amide. ഈ അമൈഡിലുള്ളതിനേക്കാൾ ഒരു കാർബൺ കുറവുള്ള അമീൻ. അപ്പോൾ അതാരാ? RNH2 ആക്കണം. RNH2 ആക്കണം. അപ്പോൾ മോനെ, അപ്പോൾ ഒരു കാർബൺ കുറഞ്ഞല്ലോ. ഈ C ഡബിൾ ബോണ്ടോ എന്ന ഗ്രൂപ്പ് അവിടുന്ന് പോയല്ലോ. അപ്പോൾ ഒരു കാർബണിൻ്റെ എണ്ണം കുറഞ്ഞല്ലോ. ഇത് ഏതാണ് റിയാക്ഷൻ? അമൈഡിനേക്കാൾ ഒരു കാർബൺ കുറവ് വരുന്ന അമീൻ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ പേരാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ, അല്ലെങ്കിൽ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്നാണ് പേര്. അതിൻ്റെ റിയേജൻ്റ് ആരാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രോമിനും KOH. അപ്പോൾ ബ്രോമിനും KOH യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അമൈഡ് എന്തായി മാറും? പ്രൈമറി അമീനായി മാറും. ആ പ്രൈമറി അമീനിൻ്റെ പ്രത്യേകത അതിലൊരു കാർബൺ കുറവായിരിക്കും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ ചോദ്യം, എൻ അമീൻ കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഇതിൽ എത്രയാണോ കാർബൺ അത്രയും നമ്പർ ഓഫ് കാർബൺ ഉള്ള ഒരു അമീന് കിട്ടണം. അതിനെന്താടാ മെത്തേഡ്? എടാ, സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവുക എന്നൊന്ന് പറഞ്ഞേ. 6 ഫുള്ളായിട്ട് അവിടെ ഉണ്ടാകും. ഈ C ഡബിൾ ബോണ്ടോയിലൊരു കാർബൺ ഉണ്ടല്ലോ, അപ്പോൾ ആ കാർബണും ഇവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ അത് CH2 എന്നായി മാറിയിട്ടുണ്ടാവും. കാരണം എന്താ? അമീനാണ് ആക്കേണ്ടത്. അമൈഡിലാ തുടങ്ങണം. ഇനി അത് അമീനാക്കുമ്പോൾ അവിടെ C ഡബിൾ ബോണ്ട് O നിലനിൽക്കാൻ പാടില്ല. അത് CH2 ആക്കണം. എന്നിട്ട് NH2 എന്ന ഗ്രൂപ്പ് അവിടെ നിലനിൽക്കണം. അപ്പോൾ എഫക്റ്റീവ്ലി എന്താ സംഭവിച്ചത്? C ഡബിൾ ബോണ്ട് O മാറിയിട്ട് CH2 ആയി. ദാറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ. അതിൻ്റെ പേര് റിഡക്ഷൻ എന്നാണ്. ഒന്നാമത്തെ റിയാക്ഷൻ്റെ പേരാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ക്ലിയർ? ഇനി പറ, റിഡക്ഷൻ നടത്താൻ, അമൈഡിനെ റിഡക്ഷൻ നടത്താൻ ഒരുപാട് ആളുണ്ട്. 3-4 ആൾക്കാരെ നമുക്ക് NCERT പറയുന്നുണ്ട്. 5 ആളെ ഞാൻ പഠിപ്പിച്ചു തരാം. നിക്കൽ യൂസ് ചെയ്യാം, പലേഡിയം യൂസ് ചെയ്യാം, പ്ലാറ്റിനം യൂസ് ചെയ്യാം, സോഡിയം ബാർ എഥനോൾ യൂസ് ചെയ്യാം. ഇതൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചേ കിട്ടോ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ എത്ര ആളായി? 1 2 3 4 5. ഇതിലേതെങ്കിലും ഒന്ന് മതി. ഏതെങ്കിലും ഒന്ന് ആരോ മാർക്കിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അവസാനത്തെ 2 ആൾക്കാരാണ്. അതാണ് NCERT സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്ന ആൾക്കാർ. അവരെ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നാകും. അപ്പോൾ അമൈഡിലെ ഈക്വൽ നമ്പർ ഓഫ് കാർബൺ നിലനിർത്തണമെങ്കിൽ റിഡക്ഷൻ നടക്കണം. ഒരു കാർബൺ കുറയണമെങ്കിൽ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ നടക്കണം. അമീൻസ് ആർ ബേസിക് ഇൻ നേച്ചർ. അതെ. അറേഞ്ച് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബേസിക് സ്ട്രെങ്ത്. എടാ, ഇതാരാ? അനിലിൻ, അമോണിയ. ഇതാരാ? അനിലിൻ, ബെൻസീൻ റിങ്ങിൽ NH2. ഇതാരാ? പ്രൈമറി അമീൻ ഹാവിങ് ആൽക്കിൽ ഗ്രൂപ്പ് CH3. സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എടാ മോനെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. എടാ, അനിലിൻ ഇല്ലടാ, അനിലിൻ. ആ അനിലിനേക്കാളും ബേസിക്കാണ് NH3. NH3യേക്കാളും ബേസിക്കാണ് അലിഫാറ്റിക് അമീൻസ്. അരോമാറ്റിക് അമീൻസിനാണ് ഏറ്റവും ബേസിസിറ്റി കുറവ്. എന്തുകൊണ്ടാണ്? അവിടെയുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാകുമ്പോഴാണ് അയാൾ നല്ല ബേസ് ആവുക. ഒരാൾ നല്ല ബേസ് ആകുന്നത് എപ്പോഴാണ്? അയാളിൽ ലോൺ പെയർ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ബെൻസീൻ റിങ്ങുള്ള ഗ്രൂപ്പിൽ NH2 അറ്റാച്ച് ചെയ്താൽ ആ ലോൺ പെയർ റെസൊണൻസിന് വേണ്ടി കറങ്ങാൻ പോകുന്നത് കാരണം അത് അൺഅവൈലബിൾ ആകും. അപ്പോൾ അവിടെ ബേസിസിറ്റി കുറയും. അപ്പോൾ അരോമാറ്റിക് അമീൻസ് ലെസ് ബേസിക് ദാൻ അമോണിയ, ദെൻ അലിഫാറ്റിക് അമീൻസ്. ഏറ്റവും കൂടുതൽ അലിഫാറ്റിക് അമീനാണ്. ഈ അലിഫാറ്റിക് അമീനിൽ തന്നെ ബേസിസിറ്റിയുടെ ഓർഡർ 6 എന്ന ആൽക്കിൽ ഗ്രൂപ്പ് CH3 മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിലെ ഏറ്റവും ബേസിക്
ഈ മൂന്നെണ്ണത്തിലെ സെക്കൻഡറി ആയിരിക്കും. അവസാനം പറഞ്ഞ മൂന്നെണ്ണം ആൽക്കൈൽ അമീൻസ് ആണ്, അതിലെ സെക്കൻഡറി ആണ്. അതിലെ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ആരാടാ? CH3 2 ടൈംസ് NH എന്ന് പറയുന്നവൻ, അതാണ് സെക്കൻഡറി. പിന്നെ ആരാ? പ്രൈമറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ ആരാടാ? CH3 NH2. പിന്നെ ആരാടാ? ടേർഷറി എന്ന് പറഞ്ഞാൽ ആരാ? CH3 3 ടൈംസ് Na. അതും കഴിഞ്ഞാൽ ഇപ്പോൾ അലിഫാറ്റിക്സ് കംപ്ലീറ്റ് കഴിഞ്ഞു, പിന്നെ NH3 വരും, ഏറ്റവും ലാസ്റ്റ് അനിലിൻ വരും. ഇങ്ങനെയാണ് ഓർഡർ ഓഫ് ബേസിസിറ്റി. ഇവിടെ 6 ഗ്രൂപ്പ് ഈതയിലാണെങ്കിൽ CH2 CH3 എന്നാണെങ്കിൽ എടാ ഇങ്ങനെ ഒരു ഓർഡറും കൂടി ഇനിയിപ്പോൾ അവിടെ പറയാൻ ബാക്കിയുള്ളൂ, അതും കൂടിയാണ് പഠിച്ചാൽ നിങ്ങൾ പരിപാടി കഴിഞ്ഞു. സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ് എന്നതാണ് ബേസിക് നേച്ചറിൻ്റെ ബേസിസിറ്റി കമ്പയർ ചെയ്യുന്നതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട റൂള്. സോ ഒന്നാമത്തെ ഓപ്ഷൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. റെപ്രസെൻ്റ് എ റിയാക്ഷൻ ടു എക്സ്പ്ലെയിൻ ദി ബേസിക് ക്യാരക്ടർ ഓഫ് അനിലിൻ. എടാ അനിലിൻ്റെ ബേസിക് ക്യാരക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു റിയാക്ഷൻ എഴുതുക. എടാ ഒരാൾ ബേസിക് ആണെങ്കിൽ അയാൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അനിലിൻ ചോദിച്ചാലും പ്രൈമറി അമീൻ ചോദിച്ചാലും ഒക്കെ അതന്നെ എഴുതിയാൽ മതി. ബെൻസീൻ റിങ്ങിൽ NH2, ഇതാണ് അനിലിൻ. അതിലേക്ക് HCl ഒഴിക്കുക, ഒരു ആസിഡ് ഒഴിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അനിലിൻ ബേസ് ആയതുകൊണ്ട് H+നെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ബെൻസീൻ റിങ്ങിൽ NH3+ എന്ന് പറയുന്ന ഒരു കാറ്റയോൺ ഉണ്ടാകും. ആ കാറ്റയോണിൻ്റെ കൗണ്ടർ അയോണായിട്ട് HClലെ ഈ Cl- പുറത്ത് വന്ന് നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായി? ഒരു അയോണിക് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്തു. ഈ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഇയാൾ തരുന്ന ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇയാളുടെ ബേസിസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പ്രൂഫാണ് എന്നാണ് കൂട്ടത്തിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഒരാളുടെ ബേസിസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൂഫ് ചോദിച്ചാൽ അയാൾ ഏതെങ്കിലും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എടുത്തെഴുതിയാൽ മതി. ഓക്കെ. നെയിം ദി റിയേജൻസ് യൂസ്ഡ് ഇൻ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഞാൻ പഠിപ്പിച്ചു ആരൊക്കെയാണ്. ഒന്ന് ബ്രോമിനും മറ്റൊന്ന് KOH എവിടെ? ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന റിയേജൻറ്റുകൾ ഓർത്ത് വെക്കേണ്ട ആൾക്കാരാണ്. വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് എബവ് റിയാക്ഷൻ? എന്താണ് സിഗ്നിഫിക്കൻസ്? അമൈഡ്, പ്രൈമറി അമൈഡ് എന്തായി മാറും? പ്രൈമറി അമീൻ ആയിട്ട് മാറും എന്നാണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനിൽ നേരത്തെ നമ്മൾ പഠിച്ചത്. 2 ക്വസ്റ്റ്യൻസ് പുറകിൽ നമ്മൾ പഠിച്ചു. ദാ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എവിടെതാ? ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്താണ് അതിൻ്റെ പ്രത്യേകത? അമീൻ കണ്ടെയ്ൻ 1 കാർബൺ ലെസ് ദാൻ അമീൻ. അമൈഡ് 1 കാർബൺ ലെസ് ആയിട്ടുള്ള അമീനാണ് അവിടെ കിട്ടുക. ഇതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഗീവ് 1 കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മീഥൈൽ അമീൻ ആൻഡ് ഡൈമീഥൈൽ അമീൻ. എടാ മീഥൈൽ അമീനും ഡൈമീഥൈൽ അമീനും. മീഥൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ആരാ? CH3 NH2. ഡൈമീഥൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ആരാ? CH3 twice NH. ഡൈമീഥൈൽ അമീൻ, ദിസ് ഇസ് എ സെക്കൻഡറി അമീൻ. അപ്പോൾ പ്രൈമറി അമീനിനെയും സെക്കൻഡറി അമീനെയും തമ്മിൽ തരംതിരിക്കാനുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് പറയുക. നിങ്ങൾക്ക് ഹിൻസ്ബർഗ് ടെസ്റ്റ് പറയാം, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഐസോസൈനൈഡ് ടെസ്റ്റാണ്. ഐസോസൈനൈഡ് ടെസ്റ്റിൽ ആരാ നമ്മൾ യൂസ് ചെയ്യുക? CHCl3 ക്ലോറോഫോമും KOH റിയാക്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? CH3NC എന്ന ഐസോസൈനൈഡ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കാർബൈൽ അമീൻ. അതിന് ഫൗൾ സ്മെൽ ഉണ്ടാകും എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. എന്നാൽ സെക്കൻഡറി അമീൻ ആണെങ്കിൽ ഐസോസൈനൈഡ് ഉണ്ടാവില്ല. അവിടെ വേറൊരു സ്റ്റേജിൽ ബ്രോമമൈഡ് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിൽ പോയിട്ട് റിയാക്ഷൻ സ്റ്റക്ക് ആകും. അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഐസോസൈനൈഡ് കിട്ടൂല എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. അപ്പോൾ ഐസോസൈനൈഡ് കിട്ടുന്നത് എപ്പോഴാണ്? പ്രൈമറി അമീൻ യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഫൗൾ സ്മെല്ല് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് എ പ്രൈമറി അമീൻ. ഫൗൾ സ്മെൽ വരുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് എ സെക്കൻഡറി അമീൻ, മീൻസ് ഡൈമീഥൈൽ അമീൻ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാം. അങ്ങനെ അവരെ തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. റൈറ്റ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമീൻ. പ്രൈമറി അമീനെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറയാൻ കുറേ നമ്മൾ പറഞ്ഞില്ലേടാ, അതിൽ ഏതെങ്കിലും ഒന്ന് പറയാൻ. ദാ NO2നെ NH2 ആക്കി മാറ്റാൻ പറ്റും. എന്തുപയോഗിക്കാം? ടിൻ ബാർ HCl യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Fe(HCl) യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഏത് യൂസ് ചെയ്യാം? സിങ്ക് ബാർ HCl യൂസ് ചെയ്യാം. ഉണ്ടാകുന്നവൻ പ്രൈമറി അമീനാണ്. ഇനി പ്രൈമറി അമീനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റിയാക്ഷൻ ഉണ്ട്, അതൊന്ന് റെഫർ ചെയ്താൽ മതി. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഓർക്കുന്നില്ലേ? അവിടെ പ്രൈമറി അമീൻ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഡിസ്ക്രൈബ് എ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബൈ പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാർബൈലമീൻ റിയാക്ഷൻ എഴുതാം. കാർബൈലമീൻ റിയാക്ഷൻ തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ച ഐസോസൈനൈഡ് ടെസ്റ്റ്. കാരണം അത് പ്രൈമറി അമീൻ മാത്രമേ തരുള്ളൂ, സെക്കൻഡറിയും ടെർഷറിയും തരില്ല. അപ്പോൾ ബെസ്റ്റ് റിയാക്ഷനായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാം, കാർബൈലമീൻ റിയാക്ഷൻ എഴുതാം. വാട്ട് ഈസ് ഡൈഅസോട്ടൈസേഷൻ? ഒരുപാട് തവണ ഇപ്പോൾ നമ്മളത് പറഞ്ഞു. ഏത്? അനിലിനെ ഏതാക്കി മാറ്റുക? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റുക.
ടു വെൽ നോൺ റിയാക്ഷൻസ് ആർ ഗിവൺ ബിലോ സജസ്റ്റ് ദി മെയിൻ പ്രൊഡക്റ്റ്. എടാ പ്രൈമറി അമീൻ ക്ലോറോഫോമും ആൽക്കഹോളിക് OH ആരാ കാർബൈലമീൻ റിയാക്ഷൻ CH3NC വരും. ഇതാരാ ഇതാണ് എന്ത് റിയാക്ഷൻ ഇതാണ് കാർബൈലമീൻ റിയാക്ഷൻ. രണ്ടാമത്തത് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ പലവട്ടം വന്നില്ലേടാ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. അപ്പം എന്ത് സംഭവിക്കും? ബ്രോമിൻ ബാർ NaOH സിമ്പിളാണ്. ഇവിടെയുള്ള ഈ CO ഗ്രൂപ്പിനെ അവിടെ നിന്ന് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. ബാക്കി എന്തുണ്ടാകും? CH3NH2. ഇങ്ങനെയല്ലേ നമ്മൾ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ മൂന്നാമത്തെ തവണയാണ് വരുന്നത്. അമീൻസ് ആർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. സത്യം. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. NH2 CH2 6 ടൈംസ് വീണ്ടും NH2. അപ്പം എങ്ങനെയാണുള്ളത്? CH2 ഇങ്ങനെ 6 വട്ടം. അതിൻ്റെ ഈ അറ്റത്തും ആ അറ്റത്തും NH2 ഉണ്ട്. അപ്പം എന്താ പേര്? 6 കാർബൺ ആയതുകൊണ്ട് ഹെക്സൈൻ. അതിൻ്റെ ഒന്നാമത്തെയും 6ാമത്തെയും പൊസിഷനിൽ 2 അമീൻ ഉണ്ട്. അപ്പോൾ ഡൈ അമീൻ കഴിഞ്ഞു. ഹെക്സൈൻ 1,6 ഡൈഅമീൻ എന്നാണ് അതിൻ്റെ IUPAC നെയിം. വിച്ച് ഈസ് സ്ട്രോങ്ങർ ബേസ്. എടാ ഇതാരാ? അലിഫാറ്റിക് അമീനാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ അലിഫാറ്റിക് അമീനാണ്. ഇത് അരോമാറ്റിക് അമീനാണ്. ഇതിൽ ആരാണ് സ്ട്രോങ്ങർ? അലിഫാറ്റിക് അമീൻസ് ആർ സ്ട്രോങ്ങർ ബേസ് ദാൻ അരോമാറ്റിക് അമീൻ. തൊട്ടുമ്പ് ഞാൻ പഠിപ്പിച്ചു. ഇവരുടെ ഇടയിലാണ് NH3 വരിക. വൈ? എന്തുകൊണ്ട് എന്നും പറയണം. എടാ അരോമാറ്റിക് അമീൻ ലെസ് ബേസിക് ആയത് എന്തുകൊണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു. എന്തുകൊണ്ടാ? റെസൊണൻസ് എഫക്റ്റ് കാരണം അതിലെ ലോൺ പെയർ കറങ്ങാൻ പോകുമ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അൺഅവൈലബിൾ ആകും എന്നതാണ് അതിനുള്ള റീസൺ. എന്നാൽ അലിഫാറ്റിക് അമീൻസ് എന്തുകൊണ്ടാണ് മോർ ബേസിക് ആയത്? RNH2. എടാ മോനെ, ഇവിടുത്തെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കാരണമല്ലേ അയാൾ ബേസ് ആയത്. ഈ R ഗ്രൂപ്പിൻ്റെ ഒരു എഫക്റ്റ് എന്താ? ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺസിന് ഇങ്ങനെ കൊടുക്കുന്ന ആളാണ്. നല്ലോണം ഇലക്ട്രോൺസിന് ഇങ്ങനെ കൊടുക്കുന്ന ആളാണ്. കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റി കൂടാനല്ലേ ചാൻസ് ഇലക്ട്രോൺസിന് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഇയാളുടെ ബേസിസിറ്റി കൂടിയത്. എങ്ങനെയാ പറയുക? ഡ്യൂ ടു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് കാരണം ഇയാൾ നല്ല ബേസാണ് എന്ന് കൂട്ടത്തിൽ ഓർത്ത് വെച്ചേക്കുക. അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. വൈ? അനിലിൻ എന്തുകൊണ്ട് ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ തരുന്നില്ല? വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചോ. എടാ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ RCl ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് AlCl3 അല്ലേ അവിടുത്തെ റിയേജൻറ്റ്. ഓക്കെ, ഇതാണ് റിയേജൻറ്റ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഈ റിയാക്ഷനിൽ RCl മാത്രം ഞാൻ യൂസ് ചെയ്താൽ ആ റിയാക്ഷൻ നടക്കില്ല. റിയാക്ഷൻ നടക്കണമെങ്കിൽ ആര് വേണം? AlCl3 കൂടി വേണം. അപ്പോൾ റിയാക്ഷൻ നടക്കണമെങ്കിൽ AlCl3 കൂടി വേണം എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ എന്തോ ഇടപാടുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചോളണം. ഇവിടുത്തെ RClഉം AlCl3യും തമ്മിലൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ Cl ഇയാളുടെ കൂടെ ഇങ്ങോട്ട് പോകും. അപ്പോൾ R ഒറ്റക്കാകും, R+ ആയി മാറും. ആ R+ ആയി മാറുമ്പോൾ ഇയാൾ ബൈ പ്രൊഡക്റ്റ് AlCl4- എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറും. അപ്പം അങ്ങനെ ഈ R+ ഉണ്ടെങ്കിലേ റിയാക്ഷൻ നടക്കുള്ളൂ. ഇയാളാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ. കുഞ്ഞെ, ഇയാളുണ്ടെങ്കിലേ ആ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ R+ ഉണ്ടാവണമെങ്കിൽ ഈ RClൻ്റെ കൂടെ ആര് മസ്റ്റാണ്? AlCl3 മസ്റ്റാണ്. അപ്പോൾ ഈ AlCl3 ആണ് ഇവിടുത്തെ കുറുമ്പൻ. അവന് 2 ഇലക്ട്രോണിനെ കിട്ടണം. AlCl3 എന്ന് പറയുന്നത് നല്ലൊരു ലൂയിസ് ആസിഡാണ്. ഇലക്ട്രോൺസിനെ എവിടെ നിന്ന് കിട്ടിയാലും അക്സെപ്റ്റ് ചെയ്യാൻ അയാൾ റെഡിയാണ്. അപ്പോഴാണ് RClനെ കണ്ടത്. അയാൾ ആ Cl- പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ട് AlCl3 അയാളുടെ കൂടെ അങ്ങോട്ട് ചാടിപ്പിച്ച് കൊണ്ടുപോയിട്ട് AlCl4- ആയി മാറും. അങ്ങനെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്ന R+ ആണ് നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ AlCl3യുടെ പർപ്പസ് എന്താണ്? എന്തിനാണ് നമ്മൾ AlCl3 ഉണ്ടാക്കിയത്, നമ്മൾ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രോഫൈൽ. ഇവിടുത്തെ ഇലക്ട്രോഫൈലിനെ ജനിപ്പിക്കാനാണ് നമ്മളവിടെ AlCl3 യൂസ് ചെയ്തത്. AlCl3യുടെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ യൂസ് ചെയ്തത്? AlCl3 നല്ലൊരു ലൂയിസ് ആസിഡാണ് എന്ന പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ യൂസ് ചെയ്തത്. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് അനിലിനാണെന്ന് വിചാരിക്കുക. അനിലിൻ എന്ന് പറഞ്ഞാൽ ബെൻസീനിൽ NH2, ആ നൈട്രജനിൽ ഒരു ലോൺ പെയറും ഇല്ലേടാ. അപ്പോഴാണ് നിങ്ങൾ ആരോ മാർക്കിന് മുകളിൽ RClഉം AlCl3യും യൂസ് ചെയ്തത്. എന്തിന്?
ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷന് വേണ്ടിയിട്ട്. ഈ AlCl3 ആരാണെന്നാണ് ഞാൻ പറഞ്ഞത്? നല്ലൊരു ലൂയിസ് ആസിഡാണ്. അപ്പോൾ അയാൾക്ക് 2 ഇലക്ട്രോണിനെ ഭയങ്കര ഇഷ്ടമാണ്. 2 ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ Cl- അവിടുന്ന് ചാടിപ്പിച്ചത് നേരത്തെ ഞാൻ കഥയിൽ പറഞ്ഞല്ലോ. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന അനിലിനിൽ തന്നെ 2 ഇലക്ട്രോൺ ഇല്ലേടാ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ AlCl3 നേരെ കയറിയിട്ട് ആ ഇലക്ട്രോണിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ AlCl3യുടെ ദാഹം തീർന്നു. AlCl3യുടെ ദാഹം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ RCl എന്ന് പറയുന്ന ആളിൽ നിന്ന് R+ എന്ന് പറയുന്ന അയോൺ ജനറേറ്റ് ചെയ്യില്ല. കാരണം അങ്ങനെ ജനിപ്പിക്കണമെന്ന് ആർക്കും ഇനി ബാക്കിയില്ല. AlCl3ക്ക് താല്പര്യമില്ല. കാരണം എന്താ? AlCl3ക്ക് 2 ഇലക്ട്രോണേ വേണ്ടുള്ളൂ. അതിനു വേണ്ടിയാണ് അയാൾ ഈ പണിക്കൊക്കെ നിന്നത്. പക്ഷെ ആ 2 ഇലക്ട്രോണിനെ അനിലിനാണ് കൊടുത്തു കളയും. പിന്നുണ്ടോ ഈ റിയാക്ഷൻ നടക്കുന്നത്? ഇവിടെ R+ ജനിക്കില്ല. R+ ജനിക്കാതെ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കില്ല. അപ്പം എന്തുകൊണ്ടാണ് അനിലിൻ, അതുപോലെ ഫീനോൾ, അനിലിൻ, ബെൻസാൽഡിഹൈഡ്, ബെൻസോയിക് ആസിഡ്, അതുപോലെ വേറെ ആരും നൈട്രോബെൻസീൻ, ഈ പറയുന്ന കോമ്പൗണ്ടുകളിലൊന്നും ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കില്ല. 4 കോമ്പൗണ്ടുകൾ: അനിലിൻ, ബെൻസാൽഡിഹൈഡ്, പിന്നെ ബെൻസോയിക് ആസിഡ്, നൈട്രോബെൻസീൻ. ഇവിടെയൊന്നും എന്ത് സംഭവിക്കില്ല? ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കില്ല. കാരണം AlCl3ക്ക് ആവശ്യമുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഈ പറയുന്ന ആൾക്കാരിൽ ആരെങ്കിലുമൊക്കെ കൊടുത്തു കളയും. പിന്നെ AlCl3 ഈ ഇലക്ട്രോഫൈലിനെ ജനിപ്പിക്കുക എന്ന ആവശ്യം പിന്നെ അയാൾക്കില്ല. അയാളുടെ ദാഹം തീർന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡയലോഗ് ഇതാണ്: ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ അനിലിൻ ഇൻ്ററാക്ട് വിത്ത് AlCl3യുമായിട്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ അനിലിൻ എന്ത് ചെയ്യും? ഇൻ്ററാക്ട് ചെയ്യും. സോ AlCl3 ലോസസ് ഇറ്റ്സ് ലൂയിസ് ആസിഡ് ക്യാരക്ടർ. അയാളുടെ ലൂയിസ് ആസിഡ് ക്യാരക്ടർ അയാൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അയാൾ എന്ത് നടത്തില്ല? ഡു നോട്ട് ഇനീഷിയേറ്റ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഈ ഇലക്ട്രോഫൈലിനെ ജനിപ്പിക്കാൻ പിന്നെ അയാൾ നിന്ന് തരൂല. അതുകൊണ്ട് ഈ റിയാക്ഷൻ നടക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ അത്യാവശ്യം ട്രിക്കി ആയിട്ടുള്ള, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യനാണ്. ക്ലാസിഫൈ ദി ഫോളോയിങ് അമീൻസ് ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ്. ഭയങ്കര സിമ്പിളാണ്. NH2 എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ദാറ്റ് ഈസ് പ്രൈമറി. ഇവിടെ കൂടെ ഉള്ള എല്ലാ ഹൈഡ്രജൻസും പോയിട്ട് പകരം അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ ദാറ്റ് ഈസ് ടെർഷ്യറി. ഇവിടെ NH എന്നാണ്. NH ആണെങ്കിൽ അത് സെക്കൻഡറി. ഇവിടെ NH2 എന്നാണ്, ദാറ്റ് ഈസ് പ്രൈമറി. അപ്പോൾ ഒന്നുമില്ല, പ്രൈമറി അമീൻ ആണെങ്കിൽ NH2 എന്ന് നോക്കിയാൽ കാണും, സെക്കൻഡറി ആണെങ്കിൽ NH എന്നേ കാണുള്ളൂ, ടെർഷ്യറി ആണെങ്കിൽ N എന്നേ കാണുള്ളൂ. ബാക്കി എല്ലാ വാലൻസിയും ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുപോയിട്ടുണ്ടാവും. നെക്സ്റ്റ് റിയാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. NO2, ബെൻസീനിൽ NO2, ടിൻ ബാർ HCl, അനിലിൻ കിട്ടും. NO2 NH2 ആയിട്ട് മാറും. ഓക്കെ, ബ്രോമിൻ ബാർ H2O, സബ്സെബടെ ശുദ്ധപാനി. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ ഓർത്തോ പാരാ പൊസിഷനുകളിലും ബ്രോമിൻ കയറി മേയും. അവിടെ ബ്രോമിൻ, ഇവിടെ ബ്രോമിൻ, ഇവിടെ ബ്രോമിൻ. ആൻഡ് ദിസ് ഈസ് എ വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ്. ഹിസ് നെയിം ഈസ് 2,4,6 ട്രൈബ്രോമോ അനിലിൻ എന്നൊക്കെ നേരത്തെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നതാണ്. നെക്സ്റ്റ്, ഹൗ ക്യാൻ ഇറ്റ് കൺവേർട്ട് മീഥൈൽ അയോഡൈഡ് ടു എത്തനമീൻ? മീഥൈൽ അയോഡൈഡിനെ എത്തനമീൻ ആക്കൽ എങ്ങനെ? ആരാണ് മീഥൈൽ അയോഡൈഡ്? CH3I. അതിനെന്താക്കണം? എത്തനമീൻ ആക്കണം. CH3NH2 ആക്കണം. CH3CH2NH2 ആക്കണം. നിങ്ങൾ നോക്കടാ, ഇവിടെ ഒരു കാർബണല്ലേ ഉള്ളൂ, ഇവിടെ 2 കാർബണില്ലേ. അപ്പോൾ കാർബണിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. കാർബണിൻ്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവിടെ സയനൈഡിനെ നമ്മൾ എക്സ്ട്രാ റിയേജൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സയനൈഡ് ആഡ് ചെയ്താൽ എന്താ ഗുണം? അവിടെ കാർബണിൽ ആരുണ്ട്? ഫങ്ഷണൽ ഗ്രൂപ്പിൽ ആരുണ്ട്? കാർബൺ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അയഡിൻ കളഞ്ഞിട്ട് പകരം അവിടെ സയനൈഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ എന്തായി? 2 കാർബൺ എന്നുള്ള ആവശ്യം നിറവേറി. അപ്പം നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങാം. ഈ CH3I സയനൈഡ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം NaCNO അല്ലെങ്കിൽ KCNO യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? I പോയിട്ട് പകരം ഈ CN അവിടെ കയറിയിരിക്കും. CH3CN കിട്ടും. ഈ CH3CNനെ ഡയറക്റ്റ് റിഡക്ഷൻ നടത്തിയാൽ മതി മോനെ. ഡയറക്റ്റ് റിഡക്ഷൻ നടത്തിയാൽ ലിഥിയം അലുമിനിയം ഹൈഡ്രജൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈ CH3 അങ്ങനെ തന്നെ ഉണ്ടാകും. ഓക്കെ, ഈ CH3 അങ്ങനെ തന്നെ ഉണ്ടാകും. CNലൊക്കെ കംപ്ലീറ്റ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യും. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാനാണല്ലോ. അപ്പോൾ ഈ C ഇഷ്ടം പോലെ ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ CH2 എന്നാകും. N ഇഷ്ടം പോലെ ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ NH2 എന്നാകും. ആരാ വന്നേക്കണം? നോക്കിയേ, ആരാ? എത്തനമീൻ. നമുക്ക് ആവശ്യമുള്ള എത്തനമീൻ കിട്ടും. സിമ്പിളായിട്ട് 2 സ്റ്റെപ്പിൽ തന്നെ ആവശ്യമുള്ള എത്തനമീൻ കിട്ടും. ഓർത്ത് വെക്കുക, റിയാക്റ്റൻറ്റിലും പ്രൊഡക്റ്റിലും കാർബണിൻ്റെ എണ്ണ ആദ്യം എണ്ണി വെക്കുക. അപ്പോൾ അത് കൂടുന്നുണ്ടെങ്കിൽ 1 ഓഫ് ദി റിയേജൻറ്റ് മസ്റ്റ് ബി NaCN.
കൂടെ ഉണ്ടാക്കുന്ന ഒരു റിയേജൻ്റ് NaCnO അല്ലെങ്കിൽ KCnO ആയിരിക്കും. എന്നാലേ കാർബണിൻ്റെ എണ്ണം കൂടുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇതാ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് അമീൻ? പ്രൈമറി അലിഫാറ്റിക് അമീൻസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അരോമാറ്റിക് അമീൻ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട് ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ പിന്നീട് അത് ഡിസ്കസ് ചെയ്യും. ഇത് ഓർത്ത് വെച്ചോ. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ പ്രൈമറി അലിഫാറ്റിക് അമീൻസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. സിമ്പിൾ, നേരത്തെ പഠിപ്പിച്ചതാണ്. ക്ലോറോഫോമും KOHും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് റിയാക്ഷൻ? ഹോഫ്മാൻ ബ്രോമമൈഡ് കാർബൈലമീൻ റിയാക്ഷൻ RNH2 RNC ആയിട്ട് മാറുന്നു. കോൺസെൻട്രേറ്റഡ് H2SO4 യൂസ് ചെയ്യുന്നു. അനിലിനിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 യൂസ് ചെയ്താൽ അനിലിൻ്റെ പാരാ പൊസിഷനിൽ SO3H എന്ന പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇവിടെ ഓർത്തോ പൊസിഷൻ വെരി നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഓർത്തോ നിങ്ങൾ എഴുതണ്ട, പാര മാത്രം എഴുതിയാൽ മതി. കോൺസെൻട്രേറ്റഡ് H2SO4 യൂസ് ചെയ്താൽ പാര മാത്രം വരും. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ്, കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ. ഇതാരാ? പ്രൈമറി അമീൻ. പ്രൈമറി അമീനിലേക്ക് ആരുപയോഗിക്കുന്നു? ക്ലോറോഫോമും KOHും യൂസ് ചെയ്യുന്നു. ക്ലോറോഫോമും KOHും യൂസ് ചെയ്താൽ എന്താണ് റിയാക്ഷൻ? RNC കിട്ടുന്നു. നെയിം ഓഫ് റിയാക്ഷൻ കാർബൈലമീൻ റിയാക്ഷൻ ആണ്. ഐസോസൈനൈഡ് ടെസ്റ്റ് ആണ്. അമൈഡിലേക്ക് ബ്രോമിനും KOHും യൂസ് ചെയ്താൽ പ്രൈമറി അമീൻ കിട്ടുന്ന റിയാക്ഷൻ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ ആണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഡൈ അസോട്ടൈസേഷൻ അഥവാ പ്രൊഡക്റ്റ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് യൂസിങ് NaNO2 + HCl. ആരാ റിയാക്റ്റൻറ്റ്? ബെൻസീനിൽ NH2, അനിലിൻ ഈസ് റിയാക്റ്റൻറ്റ്. സിമ്പിൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് അമീൻ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്? ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് പ്രകാരം പ്രൈമറി അലിഫാറ്റിക് അമീൻസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. This is primary, this is aliphatic, this is primary and aliphatic, this is primary and aliphatic, but this is primary but aromatic. ഇത് പ്രൈമറി ആണ്, പക്ഷെ അലിഫാറ്റിക് അല്ല, അരോമാറ്റിക് ആണ്. അപ്പോൾ ആരാണ് അരോമാറ്റിക്? NH2 ഗ്രൂപ്പ് ഡയറക്റ്റ്ലി ഒരു ബെൻസീനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നവനാണ് അരോമാറ്റിക്. ഇവിടെ NH2 ഗ്രൂപ്പ് ഉണ്ട്, ബെൻസീൻ റിംഗും ഉണ്ട്, പക്ഷേ ദിസ് ഇസ് അലിഫാറ്റിക്. എന്തുകൊണ്ട്? അത് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട്. ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്താലാണ് അയാൾ അരോമാറ്റിക് ആവുക. A white precipitate is obtained when aniline react with bromine water at room temperature. നമ്മൾ പറഞ്ഞു അത്. കെമിക്കൽ നെയിം ഓഫ് ദി precipitate പലതവണ നമ്മൾ പറഞ്ഞു 2,4,6 ട്രൈബ്രോമോ അനിലിൻ. 2-3 തവണ ആ റിയാക്ഷൻ നമ്മളിപ്പോൾ സംസാരിച്ചതാണ്. ഐഡൻറ്റിഫൈ ABC. എടാ ബ്രോമിനും NaOHും യൂസ് ചെയ്തപ്പോൾ ഇവിടെ അനിലിൻ കിട്ടിയെങ്കിൽ A ആരായിരിക്കും? എന്താണ് ബ്രോമിനും NaOHിൻ്റെ യൂസ്? ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷനിൽ CO ഡിലീറ്റ് ചെയ്യുക എന്നല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു CO ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു CONH2. ഇതിലേക്കാണ് നമ്മൾ ഈ ബ്രോമിനും KOHും അല്ലെങ്കിൽ NaOHും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ CO അവിടെ നിന്ന് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് പോയിട്ട് ബെൻസീൻ ഉണ്ടെങ്കിൽ ആര് വരും? NH2 എന്ന് വരും. അപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, റിയാക്റ്റൻ്റാണ് ചോദിച്ചത്. അപ്പോൾ ആ ബെൻസീനിങ്ങിനും NH2നും ഇടയിൽ ഒരു CO ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അയാളാണ് റിയാക്റ്റൻ്റ്. ബ്രോമിൻ വാട്ടർ യൂസ് ചെയ്താൽ എന്ത് കിട്ടും? 4ാമത്തെ തവണ NH2ൻ്റെ ഓർത്തോ പാരാ പൊസിഷനുകളിലെല്ലാം ബ്രോമിൻ പണ്ടാരടങ്ങും. ഇതാ ഇവിടെ വരും. ഓക്കെ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് KI യൂസ് ചെയ്താൽ ബെൻസീൻ റിങ്ങിൽ അയഡിൻ വരും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് KI യൂസ് ചെയ്താൽ ബെൻസീൻ റിങ്ങിൽ അയഡിൻ വരും. HbF4 യൂസ് ചെയ്താൽ ബെൻസീൻ റിങ്ങിൽ ഫ്ലൂറിൻ വരും. അതുകൂടി അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നാളെ ചിലപ്പോൾ അതാണ് ചോദിക്കുകയെന്നുണ്ടെങ്കിലോ. അയഡിൻ KI യൂസ് ചെയ്താൽ ബെൻസീൻ റിങ്ങിൽ അയഡിൻ വരും. HbF4 യൂസ് ചെയ്താൽ ബെൻസീൻ റിങ്ങിൽ ഫ്ലൂറിൻ വരും. CH3NH2 ഈസ് മോർ ബേസിക് ദാൻ NH3. അതെ, ബട്ട് C6H5NH2 ഇസ് ലെസ് ബേസിക് ദാൻ NH3. എക്സ്പ്ലെയിൻ. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ഇയാളിൽ റെസൊണൻസ് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ബേസിസിറ്റി കുറയും. ഇയാളിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ബേസിസിറ്റി കൂടും. മേജർ പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. അനിലിനുണ്ട്, കോൺസെൻട്രേറ്റഡ് HNO3 ഉണ്ട്, H2SO4 ഉണ്ട്. എടാ മേജർ പ്രൊഡക്റ്റാ ചോദ്യം. ബെൻസീനിങ്ങിൽ NH2ൻ്റെ പാരാ പൊസിഷനിൽ NO2 വരിക എന്നതാണ് 51%. മെറ്റാ പൊസിഷനിൽ വരിക എന്നതാണ് NO2 വരിക എന്നതാണ് 48%. പഠിച്ചല്ലേടാ? ബാക്കി 2 or 3% മാത്രമേ ഓർത്തോ പൊസിഷനിൽ വരിക എന്ന പ്രൊഡക്റ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മേജർ പ്രൊഡക്റ്റ് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ശരി ഉത്തരം. ഇനി ഇതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വെച്ചാൽ അടിപൊളിയായിരിക്കും. ഓക്കെ. ഐഡൻറ്റിഫൈ X and Y ഇൻ ദി റിയാക്ഷൻ. ആരാ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, കോപ്പർ ബാർ HCl. ഏതാ റിയാക്ഷൻ? ഗെറ്റർമാൻ റിയാക്ഷൻ. ഞാൻ പഠിപ്പിച്ചില്ലേ, കോപ്പർ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റർമാൻ റിയാക്ഷൻ, കോപ്പറിൻ്റെ സോൾട്ട് ആണെങ്കിൽ സാൻമേഴ്സ് റിയാക്ഷൻ. എന്താ പ്രൊഡക്റ്റ്?
ഇതാ ബെൻസീൻ റിങ്ങിൽ ആര് വരും? ഒരു ക്ലോറിൻ അങ്ങോട്ട് വരും. ക്ലോറോ ബെൻസീൻ ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് കോപ്പർ ബാർ HCl യൂസ് ചെയ്താൽ മതി. CuCl ബാർ HCl യൂസ് ചെയ്താലും ക്ലോറോ ബെൻസീൻ കിട്ടും. ആൻഡ് ദ റിയാക്ഷൻ ഈസ് കോൾഡ് സെൻമേഴ്സ് റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി ഫീനോൾ കിട്ടും. ഫീനോൾ ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനായിട്ട് ഫീനോൾ എന്ന ചാപ്റ്ററിലും അമീൻസ് എന്ന ചാപ്റ്ററിലും ഈ റിയാക്ഷനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളത്. ഇതുപോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഡിസ്കഷൻസ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. മനസ്സിലാക്കി വെക്കുക, ഇത് തന്നെയാണ് ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ പഠിക്കേണ്ടത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 100% കവർ ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നതിന് പകരം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ ടോപ്പിക്സൊക്കെയാണ് എന്ന് ബോധ്യപ്പെടലാണ് ഇനി നിങ്ങൾക്ക് നല്ലത്. നന്നായി പഠിച്ചോളൂ, ഞങ്ങളുണ്ട് കൂടെ. അടുത്ത വർഷത്തെ കോച്ചിങ്ങിനെ കുറിച്ച് മറക്കണ്ട. MBBS BDS നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സോ എൻജിനീയറിംഗ് കോഴ്സോ ഏതുമാവട്ടെ, ഞങ്ങളോട് കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കി തരും. അപ്പോൾ അതിൻ്റെ ഫീസും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സ്കോളർഷിപ്പ് അവൈലബിളാണ്. ഞങ്ങളുടെ ഒരു എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ടോട്ടൽ ഫീസ് പകുതിയിലോ അതിലും താഴ്ത്തിയോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. തന്ന നമ്പർ മറക്കണ്ട. പിന്നെ കാണാം. താങ്ക് യു.